അസ്സലാമു അലൈക്കും. ഹായ് ഓൾ, എന്തൊക്കെയുണ്ട്? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? അപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഒരു ബട്ടറിൻ്റെ ഒരു കുരു മുളപ്പിച്ചെടുത്തിട്ട് നല്ല ചെടിയായി വന്നിട്ടുണ്ട് കേട്ടോ. ആ വിശേഷം നിങ്ങളുടെ ഇന്ന് ഷെയർ ആക്കുന്നത്. ഞാൻ ദിവസവും മുറ്റടിച്ച് വരുന്നൊരു സമയത്ത് ആ ഒരു ചപ്പ് ചവറിലൊന്നും കത്തിക്കാണ്ടിങ്ങനെ എൻ്റെ ഒരു ബട്ടർ, ഞാൻ പറഞ്ഞല്ലോ ബട്ടർ മുളപ്പിച്ചത് നല്ലപോലെ ഉഷാറായി വന്നിട്ടുണ്ട്. അതിൻ്റെ മെരട് ഇങ്ങനെ കൊണ്ടുപോയി വെക്കലാണ് പതിവ്. കാരണം ഒരു സെപ്റ്റംബർ മാസം അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ മെരടൊന്ന് തുറന്നു കൊടുത്തതിന് ശേഷം ഇതേപോലെ എല്ലാ ചപ്പ് ചവറുകളും ഇതിൻ്റെ മെരട് കൊണ്ടുപോയിട്ടിട്ട് കൊടുക്കും. ഇതിപ്പോൾ ബട്ടർ തുറന്നിട്ടുണ്ട്, പിന്നെ എന്താണ് പപ്പായ തൈ തുറന്നു വെച്ചിട്ടുണ്ട്. ആത്തച്ചക്ക, നിങ്ങൾക്കറിയോ ആത്തച്ചക്ക? നമ്മളിവിടെ ആത്തച്ചക്ക എന്നേ പറയുന്നത്. ഇത് ബട്ടറിൻ്റെ തൈയാണ്. ഇത് നല്ല ശാഖകളായിട്ട് തന്നെ വന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ തൈ പൊടിപ്പിച്ച ഏറ്റവും വലിയൊരു പിന്നെ നീണ്ടു പോവാതെ ഇങ്ങനെ ശാഖകളായിട്ട് വരാമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അതുപോലെ വളർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ വിത്ത് പാകി മുളപ്പിച്ചെടുത്തൊരു ബട്ടർ തൈയാണിത്. നമ്മൾ ബട്ടറെല്ലാം പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടാണല്ലോ സാധാരണ വീട്ടിൽ നമ്മൾ വളർത്തിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വളം എന്ന് പറഞ്ഞാൽ ഞാൻ ഫുഡ് വേസ്റ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത നമ്മുടെ വളമാണ് കേട്ടോ. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും, ഞാൻ എപ്പോഴും അങ്ങനെ കാണിക്കലുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ കഴിയുന്നൊരു ഫുഡ് വേസ്റ്റ് വെച്ചിട്ട് വളമാണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രണ്ട് വളങ്ങളാണ്. ഒന്ന് കരിയിലാൻ്റെ ഈ ഒരു കമ്പോസ്റ്റ് വളവും, പിന്നെ നമ്മൾ ഫുഡ് വേസ്റ്റ് വെച്ചിട്ടുള്ളൊരു വളം. നമ്മൾ വീട്ടിലിപ്പോൾ എത്രയാലും എങ്ങനെയാലും നമുക്ക് കുറച്ച് വേസ്റ്റ് വരുമല്ലോ. ആ വേസ്റ്റ് ഒരു ബക്കറ്റ് സൂക്ഷിച്ച് വെക്കുക, കുറച്ച് ചകിരിച്ചോറ് മിക്സ് ചെയ്യുക, അങ്ങനെ നമ്മുടെ വളം ഉണ്ടാക്കിയെടുക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഏതൊരു ഫ്രൂട്ടിൻ്റെ വിത്തും നമുക്ക് മുളപ്പിച്ചെടുക്കാം. പിന്നെ കുറച്ച് നമ്മൾ മുളപ്പിച്ചെടുക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ച് നീളത്ത് പോകുമെന്നാണ് പറയുന്നത്. അപ്പം നല്ലപോലെ വളം ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് കായ്ഫലം ഉണ്ടാകുകയും അധികം നീളത്ത് പോകാതെ ഇങ്ങനെ ശാഖകളായിട്ട് വരും. നിങ്ങളടുത്ത് ഞാൻ പ്രത്യേകം പറയുന്നത്, നമ്മളെ ഫുഡ് വേസ്റ്റിൻ്റെ ഈ ഒരു വളവും നമ്മളെ കരിയുടെ വളം രണ്ടും മാത്രം ഉപയോഗിച്ചാൽ മതി. പുറത്തുനിന്ന് പൈസ കൊടുത്ത് ഒരു 5 പൈസേൻ്റെ വളം നമ്മൾ വാങ്ങിക്കേണ്ടതില്ല കേട്ടോ. അപ്പോൾ നല്ലപോലെ വളമായി വന്നിട്ടില്ല. ഇതിപ്പോൾ കണ്ട ഫുഡ് വേസ്റ്റാന്ന് പോലും പറയില്ല. അത്യാവശ്യം സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഞാനിതിലെല്ലാം മടിയുള്ള ആൾ തന്നെയാണ്. എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുക കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്കെല്ലാം നല്ലപോലെ റിസൾട്ട് കിട്ടുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ മേലെ മണ്ണ് മാറ്റിയിട്ട് നനച്ചു കൊടുക്കുക, അത്രേ പണിയുള്ളൂ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ തുറക്കണമെന്നില്ല. എല്ലാത്തിനും നമ്മളെ ഫുഡ് വേസ്റ്റിൻ്റെ ആ ഒരു വളം ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാ ചെടീൻ്റെ മെരടി ഇങ്ങനെ കൊണ്ടുപോയി ഇട്ടാൽ തന്നെ നല്ലപോലെ നമുക്ക് കായ് ബലം ഉണ്ടാവും ഏത് ചെടികൾക്കും. ഞാനിപ്പോൾ ഈ ഒരു ബട്ടർ മുളച്ച് വന്നതിന് എനിക്ക് ഭയങ്കര സന്തോഷം. ഇങ്ങനെ ശാഖകളായിട്ട് വരുന്ന ബട്ടറിൻ്റെ കായ്ക്കുന്ന ആ ഒരു സമയവും കാര്യമൊക്കെ ഞാൻ ഇനിയുള്ള വീഡിയോയിൽ നിങ്ങളടുത്ത് പറയട്ടെ, എങ്ങനെ ഇത് ഉണ്ടാകുന്നുണ്ട് എന്നെല്ലാം അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ പപ്പായ ഞാൻ തുറന്ന് വെച്ചിട്ടുണ്ട്, ആത്തച്ചക്ക തുറന്ന് വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഞാൻ. എൻ്റെ അടുത്ത് 3 ബക്കറ്റിലാണ് ഞാൻ സാധാരണ ഫുഡ് വേസ്റ്റ് ഉണ്ടാക്കി വെക്കുന്നത്. ആദ്യത്തെ ഒരു ബക്കറ്റ് ഫില്ലായ രണ്ടാമത്തെ ബക്കറ്റിലേക്ക് മാറും, പിന്നെ രണ്ടാമത്തെ ബക്കറ്റ് ഫില്ലായ മൂന്നാമത്തെ ബക്കറ്റിലേക്ക് മാറും. 3 ഫില്ലായിട്ട് ഞാനിങ്ങനെ ഏതെങ്കിലും ഒന്ന് ചെടികൾക്കോ അങ്ങനെ പച്ചക്കറിക്കൊക്കെ ഒക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് പതിവ്. ഈസിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു ആത്തച്ചക്ക മരമാണ് ഇത്. 2 ആത്തച്ചക്ക മരമാണ് എൻ്റെ അടുത്ത്, പിന്നെ ഒരു ബട്ടറും. 3 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ മുളപ്പിച്ചെടുത്തിട്ട് ഈ ഒരു രീതിക്ക് മാത്രമാണ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ കരിയില ഇട്ട് കൊടുക്കും, ഫുഡ് വേസ്റ്റിൻ്റെ ആ ഒരു വളം ഇട്ട് കൊടുക്കും. ഫുഡ് വേസ്റ്റിൻ്റെ വളം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു വളമാണ് കേട്ടോ. അത് ആർക്കും ഉണ്ടാക്കുകയും ചെയ്യാം. പിന്നെ നമ്മൾ വളപ്പിലെല്ലാം വലിച്ചെറിയുമ്പോൾ നായ്ക്കള ശല്യം അങ്ങനെയെല്ലാം ഉണ്ടാവുമല്ലോ, അതൊന്നും ഉണ്ടാവില്ല. ആ ഒരു രീതിക്ക് തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ 3 വേസ്റ്റ് ഇട്ട് വെക്കുന്ന ബക്കറ്റ്. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് കഴുകി ഉണക്കിയതിന് ശേഷം ഇതിലേക്ക് തന്നെ മാറ്റിയിടണം. ഒരു 15 ദിവസത്തിനുള്ളിൽ ഒരു ബക്കറ്റിൽ വളം നമുക്ക് എന്താകും, നല്ല കംപ്ലീറ്റ് പിന്നെ വളമായിട്ട് മാറും. പിന്നെ രണ്ടാമത്തെ ബക്കറ്റ് ആ സമയം കൊണ്ട് നിറഞ്ഞു കിട്ടുമല്ലോ, അതും 15 ദിവസം കൊണ്ട് നല്ലപോലെ വളമായി മാറും. മൂന്നാമത്തെ ബക്കറ്റും അങ്ങനെ തന്നെ. അങ്ങനെ 3 ബക്കറ്റ് നമുക്കൊരു 15 ദിവസം മതി ഒരു ബക്കറ്റിലത് ഫുഡ് വേസ്റ്റ് നമുക്ക് വളമായിട്ട് മാറാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ കുറച്ച് നനച്ചു കൊടുക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ ചെടിയുടെ മെരട് എപ്പോഴും ഒരു തണുപ്പ് ഈർപ്പ് ഉണ്ടാവാൻ ഇങ്ങനെ കരിയിലിട്ട് കൊടുക്കുന്നത് വളരെ ബെസ്റ്റ് ആയിരിക്കും. എൻ്റെ തക്കാളിത്തൈയുടെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു രോഗം വന്നിട്ട് ഇതൊന്നും ഒന്നും കിട്ടില്ല എന്ന് വിചാരിച്ചൊരു തൈയാണ് കേട്ടോ. ഈ ഒരു വളത്തിൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം നമുക്കിങ്ങനെ അത്യാവശ്യം നല്ലപോലെ ഇപ്രാവശ്യം 2 തൈ എനിക്ക് ബാക്കി നിന്നിട്ടുള്ളൂ, അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെന്താണ്, മുരടിപ്പെല്ലാം ഇടയ്ക്കിടെ വരുന്നുണ്ട്. അപ്പോൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്, അത് ഞാൻ ഇനിയുള്ള വീഡിയോയിൽ പറയാം കേട്ടോ. ഇനിയിപ്പോൾ തേങ്ങ ഉരിച്ചെടുക്കുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പിന്നെ തേങ്ങ ഉരിക്കാനെല്ലാം മടിയുള്ള ആൾക്കാരുണ്ടോ? എനിക്കും തേങ്ങ ഉരിക്കുക, തേങ്ങ ചിരകുക എന്നെല്ലാം പറഞ്ഞാൽ കുറച്ച് മടിയുള്ള കൂട്ടത്തിൽ തന്നെയാണ്. പക്ഷേ ഞാൻ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തേങ്ങ ഉരിക്കുന്ന സമയത്ത് 2-3 ഉരിച്ച് ഒരുമിച്ച് ചിരണ്ടി അതൊരു ബോക്സിലാക്കി ഫ്രീസറിൽ സൂക്ഷിക്കലാണ് പതിവ്. എല്ലാ ദിവസവും അല്ലെങ്കിൽ ഇടയ്ക്കിടെ പോയി തേങ്ങ ഉരിച്ച് ചിരണ്ടി കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ കുറച്ച് മടിയാട്ടോ. പണ്ടെല്ലാം നമ്മൾ അങ്ങനെയല്ലേ, ഫ്രിഡ്ജൊന്നും ഇല്ലാത്ത സമയത്തിൽ അടിക്കടെ നമ്മൾ പോയി ചിരണ്ടി എടുക്കും. ഇപ്പോഴത്തെ കിച്ചൺ മോഡേൺ കിച്ചണിലായതിനു ശേഷം തേങ്ങയെല്ലാം ചിരണ്ടി അതൊരു
വൃത്തിയേടാവണ്ട എന്നുള്ളതിൽ ഞാൻ എന്താണ് പുറത്തുനിന്ന് തന്നെ തേങ്ങയെല്ലാം ചിരകി ബോക്സിലാക്കി വെച്ചാൽ പിന്നെ അതുമല്ല രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്തെല്ലാം കുട്ടികളെല്ലാം ഇറക്കുന്ന തിരക്കിൽ തേങ്ങയൊന്നും ഇല്ലെങ്കിൽ നമുക്കൊരു പണിയായിരിക്കും. ഇതാവുമ്പോൾ ബോക്സിൽ കറക്റ്റായിട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്തും നമുക്ക് തേങ്ങ ചിരകിയത് ഉണ്ടായാൽ ഉണ്ടാക്കിയെടുക്കാമല്ലോ. ഒന്നുമില്ല, ഇനിയിപ്പോൾ മടിഞ്ഞ് നിൽക്കുന്നതാണ് തേങ്ങ ചിരകിയ കയ്യിലുണ്ടെങ്കിൽ ഒരു മുട്ടക്കറി പെട്ടെന്ന് തേങ്ങ അരച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് എപ്പോഴും തേങ്ങ ഫ്രീസറിലുണ്ടായി എനിക്ക് പകുതി സമാധാനം. എന്തെങ്കിലും പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യാലോ എന്നുള്ള ഒരു ഉപ്മാവ് ഉണ്ടാക്കുക, അങ്ങനെ എന്തുണ്ടാക്കാൻ നമുക്ക് തേങ്ങ. എനിക്കാണ് തേങ്ങ എല്ലാത്തിലും കുറച്ചധികം ഇടുന്ന ഒരാളാണ്. ഇനിയിപ്പോൾ എന്താണ് ചേനയല്ല ചേമ്പ് എന്താണോ എന്താ എനിക്കറിയില്ല. ഇതിപ്പോൾ കളച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ. ഇതൊന്നും എനിക്ക് കറക്റ്റായിട്ട് പേര് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷനായി പോകുന്ന സാധനം കേട്ടോ. ഉമ്മ പറഞ്ഞ ചേമ്പ് എന്നാണ്. ഓക്കെ, ചേമ്പാണ്, ചേനയല്ല. ഈ ചേമ്പ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമുക്കിവിടെ കുറച്ചധികമായിട്ട് മുള്ളൻപന്നിയുടെ ഭയങ്കര ശല്യമാണ്. കേങ്ങായാലും ചേമ്പായാലും ചേനയായാലും പെട്ടെന്ന് മുള്ളൻപന്നി വന്നിട്ട് നശിപ്പിച്ച് കളയുന്നതുകൊണ്ട് വലുതായിട്ട് നമുക്ക് വിളവ് ലഭിക്കുന്നില്ല. എല്ലാവർക്കും അറിയാം മുള്ളൻപന്നീൻ്റെ ശല്യമുള്ള ആൾക്കാർക്കെല്ലാം പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും. അത് നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് ചിലപ്പോൾ അത് ഫുള്ളായിട്ട് തുരന്ന് കഴിച്ചിട്ട് പോയത് കാണുമ്പോൾ ഉണ്ടാവും ഒരു സങ്കടം വരാനായിട്ട്. അപ്പോൾ നമ്മുടെ കിഴങ്ങ് ഇപ്രാവശ്യത്തെ കുറേ അധികം മുള്ളൻപന്നി കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോന്ന് അറിയില്ല, ഈ ചേമ്പിൻ്റെ അടുത്ത് വന്നിട്ടില്ല. കുറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ പ്രാവശ്യത്തേത്. അപ്പം നിങ്ങൾക്കായിരിക്കും അങ്ങനെ ഈ മുള്ളൻപന്നി വരാതിരിക്കാൻ ടിപ്പോ കാര്യങ്ങളോ എന്തെയുണ്ടോ? ഈ മുള്ളുവേലി കെട്ടാന്നുള്ളതല്ലാത്ത വേറെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനത്തെ പൊടിക്കൈകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. എനിക്കൊന്നും അറിയില്ല. നമ്മളിങ്ങനെ എന്താ പറയുക, കൃഷിയിൽ ഇപ്പം അടുത്ത് തന്നെ ആയിട്ട് ഞാനിങ്ങനെ ഇറങ്ങിയിട്ട് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിച്ചിരിക്കുന്നത്. കാരണം പണ്ടെല്ലാം ആണെങ്കിൽ പച്ചക്കറി വേഷം അങ്ങനെ ഇങ്ങനെ ഒന്ന് തലക്ക് പോകുന്ന സമയമൊന്നുമില്ല. ഇപ്പം പിന്നെ നമുക്ക് പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ തന്നെ ഒരു ടെൻഷനാണ്. പൈസയും കൊടുത്തിട്ട് രോഗകലന വാങ്ങി കഴിക്കുന്നത് നമ്മൾ എന്നുള്ളത്. പൈസ കൊടുക്കുകയും ചെയ്ത് നമ്മൾ എന്നിട്ട് ആ വിഷം വാങ്ങി കഴിക്കുകയും ചെയ്യുന്നതാണെന്നല്ലോ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് എത്ര കയ്യിലെങ്കിലും എത്ര സമയമില്ലെങ്കിലും ഒരു ചെറിയൊരു അടുക്കള തോട്ടം ഉണ്ടാക്കാനെങ്കിൽ നമുക്ക് മനസ്സ് വരും. ഒന്നത് ചിന്തിച്ചാൽ മതി. അങ്ങനെ ഇനിയിപ്പോൾ എന്താണ് ഇതെല്ലാം തൊലി കളഞ്ഞെടുത്തിട്ട് ഇനിയിപ്പോൾ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഞാൻ ഡയറ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്കറിയില്ല. ഇത് മണ്ണിനടിയിലുള്ളതൊക്കെ നമുക്ക് ഹെവി കാലറി ഉള്ള സംഭവമാണ്. അധികം കഴിക്കാൻ പറ്റൂല കേട്ടോ. എനിക്ക് എന്തായാലും അധികം കഴിക്കാൻ പറ്റൂല. എന്നാൽ ഇതെല്ലാം കണ്ടാൽ എന്നോട് കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കേങ്ങായാലും പിന്നെ ചെമ്പായാലും ചേനയായാലും എന്ത് വിരകിയാലും. ഇനിയിപ്പോൾ ഇത് മധുരത്തിലുണ്ടാക്കും, സ്വീറ്റായിട്ട് നമ്മൾ വെല്ലമൊക്കെ ചേർത്തിട്ട് അങ്ങനെയായാലും എല്ലാം എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഡയറ്റെല്ലാം മാറ്റി വെച്ച് ഞാൻ എന്തായാലും ഇത് കഴിക്കും കേട്ടോ. ഇതെല്ലാം നമുക്ക് വല്ലപ്പോഴല്ലേ കിട്ടുന്നുള്ളൂ. അപ്പോൾ കഴിക്കാതിരുന്നാൽ ശരിയാവില്ല. അപ്പോൾ കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾ, പിന്നെ എന്താണ് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. കുക്കറിലൊന്നും വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെ അതവിടെ വേവാൻ വെച്ചിട്ട് ഇതിൻ്റെ തേങ്ങ ഒന്ന് ഒതുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഇതിപ്പോൾ അരക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ മതി. അപ്പോൾ അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണ് ചെറിയ ഉള്ളി ഒരു 2-3 ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒതുക്കി കൊടുത്ത് ഇത് നല്ലപോലെ വെന്ത് വന്നാൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അത്രേ പണിയുള്ളൂ. അതിനായിട്ട് നമ്മൾ കുറേ സമയം നമ്മൾ മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വെളിച്ചെണ്ണ കാര്യങ്ങളൊന്നും ചേർക്കാണ്ട് ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ ആദ്യം വിചാരിച്ച് സ്വീറ്റായിട്ട് ഉണ്ടാക്കിയെടുക്കണമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു അതാകുമ്പോൾ പിന്നെയും കാലറി കൂടും, മധുരം ആകുമ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വേണ്ട, കുറച്ച് സ്പൈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുക. കുറച്ച് കറിവേപ്പില, കുറച്ച് കാന്താരിയിട്ട് ഒന്ന് നല്ലപോലെ മാഷ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് തേങ്ങയും കൂടി ഒഴിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ കൈയും ഭയങ്കര ടേസ്റ്റാണ്. നല്ലൊരു ഫ്ലേവർ, നല്ലൊരു സ്മെല്ലായിരിക്കും കിച്ചണിൽ. പ്രത്യേക ഒരു ഫ്ലേവറാണ്. നമ്മൾ കപ്പേനെക്കാട്ടും കുറച്ചും കൂടി എനിക്കിഷ്ടം ഈ ഒരു ചേമ്പാണ്. പക്ഷേ കിട്ടാനേ കുറച്ച് ബുദ്ധിമുട്ട്. എപ്പോഴും നമുക്ക് വിളവ് കിട്ടാത്തതാണല്ലോ ചേമ്പ് എന്നെല്ലാം പറഞ്ഞാൽ. ഇങ്ങനെ എനിക്കെല്ലാം വല്ലപ്പോഴേ ചേമ്പെല്ലാം കിട്ടുന്നുള്ളൂ. ആ ഒരു സമയത്തെല്ലാം മെയിനായിട്ട് കുക്ക് ചെയ്യുക, കഴിക്കുക, അത് തന്നെയാണ് പരിപാടി. ഇതിൻ്റെ ഒക്കെ പിന്നെ കഞ്ഞിയൊന്നും ഞാൻ കുടിക്കുന്നില്ല കേട്ടോ. കഞ്ഞി ചോറെല്ലാം കൂടി തിന്നുമ്പോൾ നമ്മൾ എന്താണ് ഹെവി കാലറി ആവും. അപ്പോൾ അതൊന്നും കഴിക്കാതെ ഇത് മാത്രം ഞാൻ കുറച്ച് കഴിക്കും. ശരിക്കും പറയാം നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച കഞ്ഞിയിൽ ഇതിൻ്റെ സൈഡായിട്ട് കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ടേസ്റ്റ് നോക്കിയിട്ട് കാര്യമില്ല. പിന്നെന്താണ്, അപ്പോൾ ഇത് തണിഞ്ഞ് വരുമ്പോൾ നല്ല അത്യാവശ്യം ഇതേപോലെ ടൈറ്റായി നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ എല്ലാം കഴിക്കുന്നുണ്ട് നല്ലൊരു മീൻമുളക് ഇട്ടതും അതിനൊപ്പം നല്ലൊരു കട്ടൻ ചായ മസ്റ്റ് ആട്ടോ ഇങ്ങനെയെല്ലാം കഴിക്കണമെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇൻഷാ അള്ളാ വീണ്ടും വരാം.